നടന്നു പോകണമെങ്കിൽ ഈ ഇവിടുന്ന് ഒരു 6 മിനിറ്റിന്റെ ദൂരമുണ്ട്. കാണുമ്പോൾ അടുത്താണ്. ഇവിടുത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോകും. സാധാരണ സൺഡേ അവിടെ തിരക്കുണ്ടെന്ന്, തിരക്ക് വളരെ കുറവാണ്. വീക്കെൻഡൊക്കെ ചിലവയ്ക്കാൻ പറ്റിയൊരു സ്ഥലമാട്ടോ. ഫ്രീ എൻട്രി ആട്ടോ ഇവിടെ. ഈ ബോട്ടിങ്ങിന് മാത്രം പൈസ ഉള്ളൂ. ഫ്രീ എൻട്രി ആണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഈ ഭാഗത്ത്. കണ്ടില്ലേ ബുർജ് ഖലീഫ. ആൽക്കൂസം കൊണ്ട് ഒരു 20 മിനിറ്റ് മതി കണ്ടെത്താൻ. ഇതാണ് ഡക്ക് വ്യൂ പോയിന്റ്. ബോട്ടോടെ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ആളുകൾ ഫില്ലാവുണ്ടാവും. ഗ്രാൻഡ് എസ്കേപ്പ്. ഈന്തപ്പഴമൊന്നുമില്ല. വെട്ടിയെന്ന് തോന്നുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. 2 ഫിഷിന്റെ സ്റ്റാച്ചു. നേരത്തെ പറഞ്ഞു ഒന്ന് വീക്കെൻഡായിട്ടും ഇത് തിരക്ക് വളരെ കുറവാണ്. എന്താണെന്നറിയില്ല, ചൂട് കാരണം ഉണ്ടായിരിക്കും. ഞങ്ങളിങ്ങനെ നടന്ന് വ്യൂ പോയിന്റ് ഡക്കിലേക്ക് നടന്നു പോയോണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വലത്തെ സൈഡ് ഭാഗത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ അധികം വരണമെന്ന് ഒരു 5 മണി വെയിലൊക്കെ ആറിയിട്ട് ഒരു 5 മണി സമയത്തൊക്കെ എത്താണെങ്കിലാണ് നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റും. 5 മണി സമയം ഒരു ബെറ്റർ. സൺസെറ്റ് ആണല്ലോ. ഇവിടെ ഫ്ലമിംഗ് ബേർഡിന്റെ സ്റ്റാച്ചു ഉണ്ട് കേട്ടാ. നമുക്ക് വെറുതെ നോക്കിയത് നോക്കുമ്പോ അത് ആടിക്കൊണ്ടിരിക്കും. ഒറിജിനലാണെന്ന് പറഞ്ഞിട്ടില്ല. ഒറിജിനൽ തോന്നുന്നുണ്ട് കേട്ടോ. മോഹനാട്ടാന്ന് പറഞ്ഞു ഇല്ലേ? പക്ഷെ അത് എന്തായാലും കൺഫേം ആക്കി ഒറിജിനൽ അല്ല. ഇത് ഒറിജിനൽ അല്ല, ഇത് സ്റ്റാച്ചു ആണ് കേട്ടാ. അപ്പൊ നമുക്ക് ഇങ്ങനെ ആട്ട് കൊടുക്കുമ്പോ ഇങ്ങനെ കിടന്ന് ആടും അത്. ഇവിടെ വലിയൊരു ഫ്ലവറിന്റെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അതിൽ പലതരം പൂവിന്റെ പടങ്ങളാണ് സ്റ്റാച്ചു ആക്കി വെച്ചേക്കണത്. ഒറ്റ തരം ഫ്ലവർ അല്ല കേട്ടോ, ഡിഫറെന്റ് ഫ്ലവർ ആണ്. കറക്റ്റ് നോക്കുമ്പോൾ പറയാം അല്ല രേഖ? അല്ല, ഓരോന്നിൽ സൂക്ഷിച്ച് നോക്കുമ്പോ കറക്റ്റ് അറിയാം. ഡിഫറെന്റ് ഫ്ലവർ ആണ് അതിലുള്ളത്. നമ്മൾ ഇവിടുന്ന് മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ഡക്ക് വ്യൂ സ്റ്റാച്ചുവിന്റെ ഭാഗത്ത് കുറച്ചും കൂടി വഴിയുള്ളൂ കേട്ടോ. 2 മിനിറ്റ് അടുത്താണല്ലോ. കാണുമ്പോൾ അടുത്താണ്, പക്ഷെ 2 മിനിറ്റ് നടക്കാനുള്ള ദൂരം കൂടി ഉണ്ട്. സൺസെറ്റ് വ്യൂ അടിപൊളിയായിട്ടില്ലേ? രസമായിട്ടില്ലേ? MRന്റെ വലിയൊരു ബിൽഡിംഗ് ആണ് കാണുന്നത്. അതിന് മുകളില് MR എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. MR ഗ്രൂപ്പിന്റെ ആണ് ഇതൊക്കെ.
നമ്മുടെ അസ്തമന സൂര്യനെ കാണുന്നത് ഒരൊറ്റ ഫ്രെയിമിന്റെ ഉള്ളില് ദുബായിലത്തെ എല്ലാ ഒരുവിധം കെട്ടിടങ്ങളുണ്ട്. ബുർജ് ഖലീഫയുടെ കടയിലായിട്ടാണ് അസ്തമന സൂര്യനെ കാണുന്നത് കേട്ടാ. ഞങ്ങള് ഡെക്ക് വ്യൂ പോയിന്റിലേക്ക് എൻ്ററാൻ പോവാണ് കേട്ടോ. ഈ സമയത്താണ് വരേണ്ടത്. ഈ സമയത്താണ് കാണാൻ പറ്റിയ സമയം. കണ്ടില്ലേ? സൂര്യാസ്തമയൊക്കെ നേരത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി നടക്കുന്നുണ്ട്. ഒരു ബിൽഡിങ്ങിന്റെ മറവില നടക്കുന്നത്. കാണുന്നില്ല, മറഞ്ഞു. അങ്ങനെ ഡെക്ക് വ്യൂ പോയിന്റിങ്ങൾ എത്തി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ രസമല്ലേ ഇതൊക്കെ? ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് തീർച്ചയായും ചെയ്യണം. ചിക്കൻ ഇങ്ങനെ ഗുണമുണ്ട്. അതൊക്കെ ആൾക്കാർ കൈ കഴിക്കും. ചിക്കൻ ഉണ്ടെങ്കിലേ ഒത്തിരി കാണാല്ലേ? അല്ല, ഡെക്ക് വ്യൂ പോയിന്റ് ഏറ്റവും ടോപ്പിലേക്ക് എത്തി. റൗണ്ട് രീതിയിൽ 3 സ്റ്റെപ്പുകളുണ്ട്. കറങ്ങി ഇങ്ങനെ മുകളിലെത്തണം. 3 റൗണ്ട്. ഇഷ്ടമല്ലേ? അത് ഞങ്ങളെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിട്ടാ. ഡെക്ക് വ്യൂ പോയിന്റിന്റെ ഏറ്റവും മുകളിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. ഈ സമയത്താണ് ഇവിടെ വരേണ്ടത്. ഞങ്ങളങ്ങനെ ഡെക്ക് വ്യൂ പോയിന്റിലാണ് കേട്ടോ. എന്ത് രസമെന്ന് കാണാട്ടോ. അധികം നമ്മള് വെയിലാറിയിട്ട് ഇവിടെ ഇപ്പൊ ചൂട് സമയല്ലേ, 5 മണിക്ക് ആകുമ്പോഴേക്ക് എത്തി കഴിയുമ്പോ നല്ല സമയമാണ്. നമുക്ക് ചൂടൊന്നും അറിയില്ല. നല്ല കാലാവസ്ഥ ഇരിക്കാൻ നേരത്ത്. ഈ സമയത്ത് വരാണ് നല്ല ടൈം. ഡെക്ക് വ്യൂവിന്റെ ഫ്ലോറാണ് കാണുന്നത്. കണ്ടില്ലേ? 3 റൗണ്ട് കറങ്ങി വരണം മുകളിലേക്ക്. എന്തിനാ സ്ഥലം പോയിട്ട് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഇത് പ്രൈസ് എത്ര അറിയില്ല കേട്ടോ. ഇതിന്റെ അരമണിക്കൂർ 200. ആ, അതിന്റെ എത്ര പേര്? 8 പേര് കുടുംബ ഫാമിലിയാണല്ലോ. ആ ഒരൊറ്റ ഫാമിലിക്കാണ് 200. അവർക്കാണ് 200. അവർക്ക് 8 പേർക്ക് 200 തരാം. ഈ പോണ സാധനത്തിലാണ് കേട്ടോ. എത്ര മണിക്കൂർ പറഞ്ഞത്? 6 മണിക്കൂർ. ഇതൊരു നഷ്ടമാണ്.
അതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ നനയാണ്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടായി. ഞാൻ അതുകൊണ്ടാണ് മോനോട് ചോദിച്ചത് നനയാണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റുമെന്ന്. അപ്പൊ ആൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഞാൻ മൊത്തം നനയും, അതുകൊണ്ടാണ് ഞാൻ പോവാൻ. ഞാനവിടെ ഒരു പോകാൻ പറ്റില്ല. ഞാൻ പോയിട്ടാ ഓക്കെ വേണ്ട, ആദ്യം അത് കുട്ടികൾക്ക് മാത്രമാവും. കാരണം വലിയൊരു ഒറ്റ പോണാണെങ്കിൽ നനയെന്ന് മേടിച്ചിട്ടാണ് കുട്ടി പിടിച്ച് പുറത്താക്കിയാലോ. കാരണം ഒരാളും വലിയവരാരും അതിന് പോണ കാണാനില്ല. അതുകൊണ്ട് ഞാൻ ശ്രമിച്ചില്ല. ഒറ്റ ആൾ പോകുന്നില്ല എൻ്റെ ഇവിടെ. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. ബൈ ബൈ.